ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ അടുത്ത് നിൽക്കുക. ഞാനിവിടെ ബൈക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് പത്തനംതിട്ട വരെ പോവുക. അപ്പോൾ പത്തനംതിട്ട വരെ എന്ന് വെച്ചാൽ കുറേ പ്ലാനുകളുണ്ട്. പത്തനംതിട്ട പോയിട്ട് പിന്നെ അതുവഴി കുമളി പോയി, കുമളിയിൽ നിന്ന് നേരെ കമ്പം പോയി, തേനി പോയി, അങ്ങനെ കുറച്ചധികം പ്ലാനുകളുണ്ട്. പക്ഷേ ഏതൊക്കെ നടക്കുന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് വിചാരിക്കുക. ഞാനിവിടെ KSRTC സ്റ്റാൻഡിൽ ചോദിച്ചപ്പോഴത്തേക്കും കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 11:20 പത്തനംതിട്ടയിലോട്ടൊരു ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഒരു 11:15. അപ്പോൾ ആ ബസ്സിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും പത്തനംതിട്ടയ്ക്ക് വിടാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല വീഡിയോക്കകത്തുള്ളത്. ചിലപ്പം പത്തനംതിട്ട പോയിട്ട് കുമളിയിലോട്ട് പോയിട്ട് വാഗമണിലോട്ട് പോയിട്ട് അങ്ങനെ കുറച്ച് കറക്കമായിരിക്കും. ഒന്നും പ്രത്യേകിച്ച് പ്ലാനില്ല. എന്തായാലും പത്തനംതിട്ടയ്ക്ക് പോകാം. പത്തനംതിട്ടയ്ക്ക് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റും ബസ്സുണ്ട്. അല്ലാതെ ഈ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് ബസ്സുണ്ട്. അപ്പോഴെന്തായാലും പത്തനംതിട്ട വഴി തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ കുമളിയിലോട്ടോ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം. എന്തായാലും നമുക്ക് ബസ്സിലോട്ട് കയറാം. ഇവിടെ ബൈക്ക് വെക്കുന്നതിന് 20 രൂപ ചാർജ്. ബൈക്കും ഹെൽമറ്റും എല്ലാം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ പാർക്ക് ചെയ്തിട്ട് പൊയ്ക്കോണം. കള്ളൻ എടുത്തുകൊണ്ട് പോയിട്ട് ഇവരെടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൈമലത്തത്തേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് പത്തനംതിട്ടയ്ക്കുള്ള ബസ്സിൽ കയറി പോവാം. ഇതാ കണ്ടില്ലേ, ഇതാ ഞാൻ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്. പത്തനംതിട്ടയ്ക്ക് കൊല്ലത്തുനിന്ന് പോകുമ്പോഴത്തേക്കും കുണ്ടറ വഴി, ചുറ്റുമല വഴി, ഭരണിക്കാവ് വഴി, അടൂർ വഴി അങ്ങനെ പോകാൻ പറ്റും. പക്ഷേ ഈ ബസ് പോകുന്നത് ചവറ, ശങ്കരമംഗലം, ഭരണിക്കാവ്, അടൂർ വഴി പത്തനംതിട്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പത്തനംതിട്ട ബസ്സിനകത്തോട്ട് കയറാം. ഇഷ്ടംപോലെ സീറ്റുണ്ട്. അകത്തേക്കുള്ള വഴി. ഇപ്പോൾ സമയം 1:45. രാവിലെ 11:30 കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ് ഉച്ചയ്ക്ക് ശേഷം 1:45 പത്തനംതിട്ട KSRTC ഡിപ്പോയിലെത്തിയിരിക്കുക. ദൈ കിടക്കുന്ന ബസ് കണ്ടില്ലേ, ഇത് ലോങ് പോകുന്ന ബസ്സാണ്. സാധാരണ ഈ മൂന്നാർ, സുൽത്താൻ ബത്തേരി അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ് സാധാരണ ഈ ടൈപ്പ് പച്ച ബസ്സുകൾ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഉള്ള ബസ്സിൽ കയറി പോവാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കുമളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട്. ഈ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ആയിട്ടൊരു മല കാണാം. അതിൻ്റെ മുകളിലൊരു അമ്പലവും കാണാം. ഈ ഒരു സമയത്ത് അതിൻ്റെ മുകളിലോട്ട് ചെന്ന് കയറുന്നില്ല. കാര്യം ഭയങ്കര വെയിലായിപ്പം. സമയം ഉച്ചയ്ക്ക് 2 മണിയല്ലേ, അതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം, ഞാൻ കൊല്ലത്തുനിന്ന് 11:30 ബസ്സിനാണ് പത്തനംതിട്ടയ്ക്ക് വന്നത്. എന്ന് വെച്ചാൽ 11:30 മാത്രമല്ല പത്തനംതിട്ടയ്ക്കോട്ടുള്ള ബസ്സുള്ളത്. ഒരുപാട് സമയങ്ങളിൽ ബസ്സുണ്ട്. ഞാൻ വന്നത് 11:30 പറഞ്ഞതേ ഉള്ളൂ. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ എൻക്വയറിയിൽ ചോദിച്ചപ്പോഴത്തേക്കുവേ ഇവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സുണ്ട്. ആ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്ന് എപ്പോഴും കുമളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയം വരെയുള്ള ദൂരം 45 കിലോമീറ്ററാണ്. മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുമളി വരെയുള്ള ദൂരം 56 കിലോമീറ്ററും. മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തോട്ട് പോകുന്ന വഴിക്ക് വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് ഉള്ളതും. അപ്പോഴെന്തായാലും ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് മുണ്ടക്കയത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. 2:30 ആവുമെന്നാണ് പറഞ്ഞത് മുണ്ടക്കയത്തിനോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരാൻ. ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെയാണ് ഈ ഹോട്ടലിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്നത്. ആ പോകുന്നത് ശബരിമലയ്ക്ക് പോയ ബസ്സാണ്. ശബരിമല അയ്യപ്പൻ്റെ ഫോട്ടോയും പിന്നെ അതാ പ്യൂർ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ ഫ്ലെക്സാണ്, ഈ സീസണുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച പുതിയ ഫ്ലെക്സാണ് കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇപ്പം സമയം 3:05 ആയിട്ടുണ്ട്. മുണ്ടക്കയം എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തി ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ബസ് വന്നിരിക്കുക. ഇഷ്ടംപോലെ സീറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം 3:15 ആയപ്പോഴത്തേക്കും മുണ്ടക്കയത്തോട്ടുള്ള ബസ് പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഞാൻ മുണ്ടക്കയത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ളതാ ഈ ബസ്സിനകത്താണ് വന്നത്. പക്ഷേ ഞാൻ മുണ്ടക്കയം വരെ പോയില്ല. എരുമേലി വഴിയാണ് മുണ്ടക്കയത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി. ഈ നിൽക്കുന്ന ബസ് സ്റ്റാൻഡാണ് എരുമേലി KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ എരുമേലി എന്ന് പറയുന്ന സ്ഥലം വരെ വരുന്നതിന് പത്തനംതിട്ടയിൽ നിന്ന് 33 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ദൂരം. ബസ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 50 രൂപ. ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു എരുമേലി എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് മുണ്ടക്കയത്തോട്ട് പോവാം. ഇതാ കണ്ടില്ലേ, പല സ്ഥലത്തു നിന്നുള്ള ശബരിമലക്കാർ ഈ എരുമേലി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുക. ഇവിടെ നിന്ന് 45 കിലോമീറ്ററേ ഉള്ളൂ ശബരിമലയിലോട്ടുള്ള ദൂരം. ഞാൻ പറഞ്ഞോന്ന് ഓർക്കുന്നില്ല വീഡിയോക്കകത്ത്. കൊല്ലത്തുനിന്ന് പത്തനംതിട്ട വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 82 രൂപയാണ്.
അപ്പോൾ ഈ എരുമേലി പേട്ടതുള്ളൽ എന്ന് പറഞ്ഞൊരു ആചാരമാണ് ഈ പോകുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെയാണെന്നാണ് പറഞ്ഞത്. ബാബര് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. അതിവിടെ അവസാനിക്കുന്നത് ശാസ്താ കോവിലിൽ അവസാനിക്കുമെന്നാണ് പറഞ്ഞത്. എരുമേലി പേട്ടതുള്ളൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, കേട്ടിട്ടതേ ഉള്ളൂ ഇത്രയും നാളും. വിസിലൊക്കെ അടിക്കുന്നു ഡാൻസിൻ്റെ ഇടയിൽ. അതാ ഇത് കൊള്ളാമല്ലോ. എരുമേലി അമ്പലത്തിനടുത്തായിട്ടേ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് കന്നഡ സൂപ്പർ സ്റ്റാറുകളുടെ ഫോട്ടോസൊക്കെയാണ് കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ് ഉള്ളത്. മണി 700 രൂപ. കൊള്ളാം, നല്ല സൗണ്ടുണ്ട്. അത് ഇവിടെ നോക്കിയാൽ കന്നഡ സൂപ്പർ സ്റ്റാർ ബാലയ്യ, ജയ് ബാലയ്യ. കൂടുതലും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുള്ളതുകൊണ്ടേ ഇവിടെ കന്നഡ സൂപ്പർ സ്റ്റാറിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചിരിക്കുക. എന്തായാലും നമുക്ക് ആ പള്ളിയുടെ പരിസരം വരെ പോയിട്ട് വരാം. ഇവിടെ നിന്നാണ് ഈ പേട്ടതുള്ളൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പേട്ടതുള്ളൽ കാണാൻ വേണ്ടി നടന്നു പോയപ്പോഴത്തേക്കും എവിടെയൊക്കെ ആയിട്ട് പുലിയുടെ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുത്തു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ക്യാമറയൊക്കെ കണ്ടില്ലേ, ശബരിമലയുടെ ഓരോ മിനിയേച്ചറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോഴതിൻ്റെ മുമ്പേ നിന്ന് ഫോട്ടോ എടുത്ത് പ്രിൻ്റാക്കി കൊടുക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. ഇത് കുറച്ചധികം ആൾക്കാരുണ്ട്. അവരടിച്ച് പൊളിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതാ കണ്ടില്ലേ, നടന്നു പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് ഇത് കണക്ക് ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങൾ. ഫോട്ടോ എടുത്ത് പ്രിൻ്റാക്കി കൊടുക്കുന്നതിന് 100 രൂപ ചാർജ്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഡെമോ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും എന്താ ബാബര് പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുക. അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ ഒരു അമ്പലവും ഉണ്ട്, പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പള്ളിയുടെ ഫുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ റോഡിന് അപ്പുറത്തോട്ട് ഇറങ്ങണം. ഇതാ കണ്ടില്ലേ, ഇതാണ് ബാബര് പള്ളി. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ബാബര് പള്ളി നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബാബര് പള്ളി. അങ്ങനെ എരുമേലി പേട്ടതുള്ളലെല്ലാം കണ്ടിട്ട് വീണ്ടും തിരിച്ച് എരുമേലി KSRTC ഡിപ്പോയിൽ വന്ന്, അപ്പോൾ ഇവിടെ ഡിപ്പോയിൽ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കുമളിക്കുള്ള ബസ് ഈ ഒരു ശബരിമല സീസണിൽ ഈ ഒരു തിക്കും തിരക്കുമുള്ളൊരവസ്ഥയിൽ കൃത്യമായിട്ട് സമയം പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പമ്പയിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയാണ് കുമളിക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത്. കുമളിക്കുള്ള ബസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തോട്ടുള്ള ബസ് വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിക്കുള്ള ബസ് അതായി പോകുന്നത്. നമ്മൾ നേരത്തെ വന്നിറങ്ങിയ ബസ് പോലെ ഒരു മുണ്ടക്കയത്തിനൊരു ബസ് വന്നിട്ടുണ്ട്. ഇതിൽ കയറി മുണ്ടക്കയത്ത് പോകാം. എന്തായാലും മുണ്ടക്കയത്തിനൊരു ബസ് കിട്ടി. ആ മുണ്ടക്കയം ബസ്സിനകത്ത് കയറി ഇരിക്കുക. എന്തായാലും ഇവിടെ നിന്നങ്ങേ ചലിക്കാം എന്ന് വിചാരിക്കുക. കാര്യം ഒരുപാട് നേരം ഞാൻ ഈ എരുമേലി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിന്ന് കുമളിക്ക് വേണ്ടിയിട്ടുള്ളേ. അപ്പോൾ ഞാൻ ഈ മുണ്ടക്കയം ബസ്സിലെ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മുണ്ടക്കയത്ത് ചെന്ന് കഴിഞ്ഞാൽ കുമളിയിലോട്ട് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മുണ്ടക്കയത്തോട്ട് പോവാം. ഒരു സ്ഥലത്ത് തന്നെ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണ്ട. മുണ്ടക്കയത്തോട്ട് പോയിട്ട് ബസ്സൊന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ റൂം എടുക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോഴീ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ശബരിമല സീസൺ ആയതുകൊണ്ട് ഈ സമയത്തിനൊന്നും അത്ര വലിയ പ്രാധാന്യമില്ലാന്ന്. കാര്യം ബ്ലോക്കിലൊക്കെ കിടന്നിട്ട് വരുമ്പോഴത്തേക്കും സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. എന്നാലും ഞാനൊന്ന് പറയുക, ഈ മുണ്ടക്കയത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ് എരുമേലി സ്റ്റാൻഡിൽ വന്നത് വൈകുന്നേരം 5:15. 5:20 ആയപ്പോഴത്തേക്കും എരുമേലി സ്റ്റാൻഡിൽ നിന്ന് ഈ മുണ്ടക്കയം ഫാസ്റ്റ് പുറപ്പെട്ടിരിക്കുക. അങ്ങനെ എരുമേലി ബസ് സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയത്തിലോട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയാണ് ബസ് പോകുന്നത്. അത്യാവശ്യം നല്ല ഹെയർ പിന്നും കയറ്റമൊക്കെയാണ്. അങ്ങനെ എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലം. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 29 രൂപയാണ്. അങ്ങനെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലോട്ട് ബസ് വളഞ്ഞു കയറുക.
എരുമേലിയിൽ നിന്ന് ഈ മുണ്ടക്കയം വരെയുള്ള ബസ് ടിക്കറ്റ് ചാർജ് 29 രൂപയാണ്. അങ്ങനെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ദാ ഇവിടെ മുകളിലായിട്ട് നോക്കേ, ഒരുപാട് വവ്വാലുകൾ പറന്നു പോകുന്ന കണ്ടില്ലേ? ഒരുപാടുണ്ട്. ഇവിടെ ഏതോ ഒരു മരമായിരിക്കും അതിൻ്റെയൊക്കെ വീടേ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇന്നത്തെ ദിവസം ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനൊരു കാര്യമുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് കുമളിക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം സമയം വൈകുന്നേരം 6:15. കുമളി എത്തുമ്പോഴത്തേക്കും രാത്രി ഒരു 8 മണി അടുപ്പിച്ചാവും. ഈ മുണ്ടക്കയത്ത് നിന്ന് കുമളി വരെ പോകുന്ന യാത്ര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ്. തേയിലത്തോട്ടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴതൊക്കെ ഈ രാത്രി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അപ്പോഴതിനെക്കാട്ടി നല്ലത് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുമളിക്ക് വിടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ദിവസം മുണ്ടക്കയത്തെ 2ാമത്തെ ദിവസമാണ്. ഈ മുണ്ടക്കയം KSRTC ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഞാൻ റൂം എടുത്ത് താമസിച്ചത്. 400 രൂപയായിരുന്നു റൂമിന്, സിംഗിൾ റൂമിന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. റൂമിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ചായയും കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുക. KSRTC ബസ് സ്റ്റാൻഡെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും വരുന്നൊരു ബസ് സ്റ്റാൻഡാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. ഇപ്പോഴും സമയം രാവിലെ 9 മണി ആയിട്ടുണ്ട്. കടകളും കാര്യങ്ങളും എല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതവിടെ മീൻ കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുക. ചാള, പിന്നെ പല പല വലിയ മീനുകളെല്ലാം ഉണ്ട്. എത്ര കിലോ? 140. 140 രൂപ മത്തിയുടെ വില. ഇതവിടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുമളിക്കുള്ള ബസ്സിൽ കയറാം. ഇവിടെ നിന്ന് കുമളിക്ക് പോകുന്ന വഴിക്കാണെന്നാണ് തോന്നുന്നത്. വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞ് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോഴതുവഴിയാണ് പോകുന്നതെങ്കിൽ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് റാന്നി എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വലിയ അക്ഷരത്തിൽ. കോട്ടയത്ത് ഒരുവിധപ്പെട്ട ബസ്സിലെല്ലാം വലിയ വലിയ അക്ഷരങ്ങളിലാണ് പേര് എഴുതിയിരിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ വലിയ അക്ഷരങ്ങളിലാണ് പേര് എഴുതിയിരിക്കുന്നത് സ്ഥലങ്ങളുടെ. എനിക്ക് തോന്നുന്നു ഈ 2 അക്ഷരമൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇത്ര വലിപ്പത്തിൽ എഴുതുന്നത്. പാല, റാന്നി, കോന്നി, അങ്ങനത്തെ. ഇവിടെ ഞാൻ വേറൊരു ബോർഡ് കാണിച്ചു തരാം. ചങ്ങനാശ്ശേരി എന്ന്. 2 അക്ഷരം ഉള്ളതുകൊണ്ടല്ല കേട്ടോ, അല്ലെങ്കിലും വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. എഴുതിയിരിക്കുന്നതൊക്കെ ചങ്ങനാശ്ശേരി എന്ന്. ബസ്സിൻ്റെ പേര് സന്തോഷം എന്നാണ്. അതിനെക്കാട്ടി വലിയ അക്ഷരത്തിലാണ് ചങ്ങനാശ്ശേരി എന്ന് എഴുതിയിരിക്കുന്നത്. എത്ര ദൂരെ നോക്കിയാലും കാണാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ ബസ്സിൽ ഒരു ഡ്രൈവർ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഈ കുമളി വണ്ടിയിൽ തന്നെ കയറേണ്ട കാര്യമില്ല, ഈ വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞ വാട്ടർഫാൾസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സുണ്ട്. അപ്പോഴേ കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സും ഈ വളഞ്ഞങ്ങാനം വഴിയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴിതാ ഇവിടെ ഒരു കട്ടപ്പന ബസ് കിടപ്പുണ്ട്, കട്ടപ്പന. അപ്പോഴിതിൽ കയറിയിട്ട് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുമളിക്കുള്ള ബസ് അതുവഴി വരും. അതിൽ കയറിയും കുമളിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് കയറാം. അങ്ങനെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിരിക്കുക. കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്. മുണ്ടക്കയത്ത് നിന്ന് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 30 രൂപ. മുണ്ടക്കയത്ത് നിന്ന് ഈ വാട്ടർഫാൾസ് വരെയുള്ള ദൂരം 17 കിലോമീറ്റർ. ഇതോടെ താഴെയായിട്ട് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ഈറനടിച്ചിട്ടേ. ഇതെവിടെ എല്ലാം ശബരിമലക്കാരാ. വെള്ളച്ചാട്ടം ഒരുപാട് ശക്തിയായിട്ട് വീഴാത്തത് കൊണ്ട് ശബ്ദമൊന്നുമില്ല, മഴ പെയ്യുന്ന ആ ഒരു സൗണ്ടേ ഉള്ളു. ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ്. എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് കുമളിക്കുള്ള ബസ് കയറി കുമളിക്ക് പോവാം. വെറുതെ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ ഇങ്ങോട്ടെ. ഇതെവിടെ ഒരു വണ്ടിക്കകത്ത് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. ശബരിമലയ്ക്ക് പോയ വണ്ടിയാണ്. അതൊരു KSRTC ബസ് വരുന്നുണ്ട്. കുമളിക്കുള്ള ബസ്സാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. കുമളി തന്നെ എഴുതിയിരിക്കുന്നത് ബോർഡ്. പോട്ടെ അപ്പോഴേ. ശരി. ഓക്കെ. അങ്ങനെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നിന്ന് നമ്മുടെ ബസ് കുമളിക്ക് പുറപ്പെട്ടിരിക്കുക. അങ്ങനെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നിന്ന് കുമളിക്കുള്ള ബസ് കയറിയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് തേയിലത്തോട്ടമുള്ള സ്ഥലത്തൂടെയാണ് ബസ് പോകുന്നത്. കന്നിമേര ടീ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തേയിലത്തോട്ടമൊക്കെ അപ്പോൾ കന്നിമേരയുടെ ആയിരിക്കണം. അങ്ങനെ മുണ്ടക്കയത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളച്ചാട്ടവും പിന്നെ തേയിലത്തോട്ടവും എല്ലാം കണ്ട് കുറേ ദൂരം യാത്ര ചെയ്ത് അതിനുശേഷം ഇപ്പം വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക. വണ്ടിപ്പെരിയാർ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതലും ട്രാവലറൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുമളി വരെ കാണിക്കുന്ന ദൂരം 15 കിലോമീറ്ററാണ്. വണ്ടിപ്പെരിയാർ ടൗൺ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തേയിലത്തോട്ടം തുടങ്ങിയിരിക്കുക. നോക്കിയാൽ നല്ല പച്ച കമ്പിളി പോലുണ്ട്.
അങ്ങനെ മുണ്ടക്കയത്തുനിന്ന് 57 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് എത്തിയിരിക്കുക. ഒരുപാട് ചിപ്സ് കട, സ്നാക്സ് കടകളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. കേരള തമിഴ്നാട് ബോർഡറാണ് കുമളി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ലോറിക്കകത്ത് കംപ്ലീറ്റ് ചിപ്സ്. നോക്കണേ, അതിനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ കാണാം. കണ്ടില്ലേ, അതിനകത്ത് കംപ്ലീറ്റ് ചിപ്സായിരുന്നു. കുമളി ബസ് സ്റ്റാൻഡിലോട്ട് ബസ് വളഞ്ഞു കയറുക. പ്രൈവറ്റ് ബസ്, KSRTC ബസ് സ്റ്റാൻഡ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. 2 ബസ്സും ഒരു സ്റ്റാൻഡിൽ തന്നെ നിർത്തിയത്. അങ്ങനെ കുമളി ബസ് സ്റ്റാൻഡിൽ ബസ് വന്ന് ഇറങ്ങിയിരിക്കുക. ഇതാ കണ്ടില്ലേ കുമളി. ഇവിടെ നിന്ന് പല പല സ്ഥലങ്ങളിലോട്ട് ബസ്സുണ്ട്. ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ, പ്രൈവറ്റ് ബസ്. ആ കിടക്കുന്നത് കട്ടപ്പനയ്ക്കുള്ള ബസ്. ഇത് നെടുങ്കണ്ടം ബസ്, എറണാകുളം ബസ്. ഞാനിങ്ങോട്ട് ബസ്സിൽ വരുന്ന വഴിക്ക് പറഞ്ഞില്ലായിരുന്നോ, വരുന്ന വഴിക്കെല്ലാം ചിപ്സ് കടയാണെന്ന്. ഇതാ ഈ കുമളി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ ചിപ്സ് കടകൾ. വലിയ പാക്കറ്റിലായിട്ട് തട്ടുന്നത്. കിലോ 200 രൂപ ചിപ്സിന്. അങ്ങനെ പല പല കടകളിലായിട്ടുണ്ട്. ഇവിടുന്ന് ഈ വരിക്ക് കംപ്ലീറ്റ് ഉണ്ട് ചിപ്സ് കടകൾ. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട് ചിപ്സ്. ഇവിടെ ചിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത്തക്കയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ പ്രിപ്പറേഷനും നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇത് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നന്ദി, വീണ്ടും വരിക, താങ്ക് യു, വിസിറ്റ് അഗെയിൻ, കേരള സ്റ്റേറ്റ്, NH 220. അപ്പോൾ ഈ കാണുന്നത് NH 220. ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ സൈഡിലായിട്ട് തമിഴ്നാടിൻ്റെ ഭാഗത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു MGRൻ്റെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ട്. MGRൻ്റെ പ്രതിമയും ഉണ്ട്, ജയലളിതയുടെ ഒരു ഫോട്ടോയും ഉണ്ട്. തമിഴ്നാടിൻ്റെ വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ഈ ആർച്ചിലായിട്ട് പല പല സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ദൂരങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. തേനിക്ക് 63 കിലോമീറ്റർ, ട്രിച്ചിക്ക് 236 കിലോമീറ്റർ, ചെന്നൈക്ക് 559 കിലോമീറ്റർ, ബാംഗ്ലൂർ 509 കിലോമീറ്റർ, മധുര 138 കിലോമീറ്റർ. അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ദൂരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. കേരള തമിഴ്നാട് ബോർഡർ കടന്ന് തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരുപാട് തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന ബസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചെന്നൈക്ക് പോകുന്ന ബസ്സാണ്, തേനിക്ക് പോകുന്ന ബസ്. അതായത് എന്തായാലും നമുക്ക് കമ്പം വരെ ഒന്ന് പോയിട്ട് വരാം. കമ്പത്തോട്ടൊക്കെ നമ്മുടെ KSRTC ബസ്സും പോകുന്നുണ്ട്. അതാണ്ട് ഇത് കമ്പം കുമളി ബസ്സാണ്. കമ്പത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ബസ്സാണ്. എന്തായാലും നമുക്ക് KSRTCയിലോ അല്ലെങ്കിൽ തമിഴ്നാട് ബസ്സിലോ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി കമ്പത്തോട്ട് പോയിട്ട് വരാം. ഇവിടെ കുമളി എന്ന് പറയുന്നതേ ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ജീപ്പ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ജീപ്പ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒരു ജീപ്പേ കാണുന്നുള്ളൂ, ബാക്കി ജീപ്പെല്ലാം ഓട്ടം പോയിരിക്കുമായിരിക്കാം. അതാ ഒരു കമ്പത്തിന് പോകുന്ന ഒരു ബസ് പിടിച്ചിട്ടിട്ടുണ്ട്. കമ്പം കുമളി, കുമളി കമ്പം. എത്ര മണിക്ക് എടുക്കും? 1:10 എന്തായാലും ഊണ് കഴിക്കാൻ വേണ്ടി നിന്നാൽ സമയമില്ല. നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് ചിപ്സ് മേടിച്ച് കഴിക്കാം. 1 കിലോ ചിപ്സ്. അപ്പോൾ എന്തായാലും 1 കിലോ ചിപ്സ് മേടിച്ചിട്ടുണ്ട്. നൈസായിട്ട് കഴിച്ചിരിക്കാം. ഉച്ചക്കലത്തേക്കുള്ള ആഹാരം തമിഴ്നാട്ടിൽ എത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 1:10 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സിനകത്തോട്ട് കയറിയിരിക്കാം. ഇപ്പോൾ സമയം 12:55 ആയിട്ടുണ്ട്. എന്തായാലും ഈ ബസ്സിൽ തന്നെ കമ്പത്തോട്ട് പോകണമെന്നില്ല. ചെക്ക് പോസ്റ്റിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തമിഴ്നാടിൻ്റെ ബസ്സുണ്ട്. പിന്നെ ഞാൻ ഇതിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെ കൃത്യം 1:10 തന്നെ കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് കമ്പത്തിന് പോകുന്ന KSRTC ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. നല്ല അടിപൊളി ഒരു ഹെയർ പിൻ ബെൻഡ് വളയാൻ പോവുക. ഇതാണ് ആ വളവ്. ഇവിടെ ആയിട്ട് പെൻസ്റ്റോൺ പൈപ്പ് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇടുക്കിയെക്കുറിച്ചുള്ള ന്യൂസൊക്കെ വരുമ്പോഴത്തേക്കും ഈ പെൻസ്റ്റോൺ പൈപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ന്യൂസ് ചാനലിലൊക്കെ. ഈ മരങ്ങൾക്കിടയിൽ കൂടെ ദൂരെയായിട്ട് തമിഴ്നാടിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്, കമ്പത്തിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് വണ്ടി വളഞ്ഞു വാ. ഇതാ കണ്ടില്ലേ,
മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അങ്ങോട്ട് താഴെയായിട്ട് കാണുന്നതൊക്കെയാണ് കമ്പത്തിൻ്റെ ഭാഗം. അങ്ങനെ കുമളിയിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഹെയർ പിൻ ബെൻഡെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ചിരിക്കുക. അപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, വിട്ട് പോവാം. അതോ അങ്ങ് ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുമളിയിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം കമ്പം മെയിൻ റോഡിൽ എത്തിയിരിക്കുക. ഇതാണ് കമ്പം ടൗൺ. നട്ടുച്ച സമയം, ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ന്യൂ ലക്ഷ്മി ഹോട്ടൽ. മലയാള അക്ഷരങ്ങളൊന്നും ഇനിയില്ല, ഇനി തമിഴും ഇംഗ്ലീഷും മാത്രം. ഇതാ കമ്പം ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് കയറുക. അങ്ങനെ കമ്പം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുക. ഇനി തിരിച്ചിത് കുമളിക്ക് പോകാൻ വേണ്ടിയിട്ട് ബോർഡ് മാറ്റി വെച്ചിരിക്കുക. പേര് പോൾ. ഓക്കെ, പോളേട്ടനാണ് നമ്മളിവിടെ ബസ്സിൽ കൊണ്ടുവന്നത്. ഞാൻ വെറുതെ ഒന്ന് വന്നതേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു, ഈ കമ്പം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്, എൻ്റെ അമ്മേ, മുന്തിരിപ്പാടമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, അപ്പോഴങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടെ വരണമെങ്കിൽ ഈ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരേണ്ട കാര്യമില്ല. ഞാനിങ്ങോട്ട് ബസ്സിൽ വരുന്ന വഴിക്ക് തന്നെ കണ്ടായിരുന്നു ആ ഒരു മുന്തിരിപ്പാടമൊക്കെ. അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു, മുന്തിരിപ്പാടത്തിൻ്റെ അടുത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ കമ്പം ബസ് സ്റ്റാൻഡ് വരയ്ക്ക് ഒന്ന് വെറുതെ ഒന്ന് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. തമിഴ്നാടിൻ്റേതായ വൈബൊക്കെ ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇത് ശിവകാശിക്ക് പോകുന്ന ബസ്സാണ്. ഒരു കാര്യം പറഞ്ഞൊന്നും ഓർക്കുന്നില്ല, വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിൽ നിന്ന് കുമളി വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 61 രൂപയാണ്. പിന്നെ കുമളിയിൽ നിന്ന് ഈ കമ്പം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 20 രൂപയും. എന്തായാലും വെയിൽ കൊണ്ട് നടക്കാതെ എന്തെങ്കിലും കഴിച്ചിട്ട് ആ മുന്തിരിപ്പാടവും കണ്ടിട്ട് കുമളിക്ക് പോയിട്ട് അതുവഴി കോട്ടയത്തിന് പോകാമെന്ന് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും കഴിക്കണം. ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്ന് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഊണ്. എന്തായാലും നമുക്ക് ആ മുന്തിരിപ്പാടത്തോട്ട് പോകാം. മുന്തിരിപ്പാടത്തോട്ട് പോകാൻ ഇവിടുന്ന് ഷെയർ ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. തമിഴ്നാടിൻ്റേതായൊരു പ്രത്യേകത ഈ ഷെയർ ഓട്ടോ. ഇതാ പോകുന്നു ഷെയർ ഓട്ടോ. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർക്ക് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് കൂടല്ലൂർ പോകുന്ന ഷെയർ ഓട്ടോ ഉണ്ട്, അപ്പോഴതിൽ കയറിയിട്ട് അപ്പാച്ചി പണ്ണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പോഴവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്തിരിപ്പാടത്തോട്ട് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൂടല്ലൂർ പോകുന്ന ഓട്ടോ നോക്കാം, അല്ലെങ്കിൽ കുമളിയിലോട്ട് പോകുന്ന സിറ്റി ബസ് നോക്കാം. കുമളിയിലോട്ട് പോകുന്ന സിറ്റി ബസ്സും ഈ മുന്തിരിപ്പാടത്തിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. കുമളിയിലോട്ട് പോകുന്ന അല്ലാത്ത ഫാസ്റ്റ് ബസ്സും അതുവഴി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ സിറ്റി ബസ്സിന് മാത്രമേ അവിടെ സ്റ്റോപ്പുള്ളൂ. ഇവിടെ കൂടല്ലൂർ എന്ന് ഈ ഷെയർ ഓട്ടോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്ക് അപ്പാച്ചി പണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് ബാക്കിലോട്ടിരിക്കാം, ഇതിവിടെ ഇരിക്കാനുള്ള സ്ഥലം. അങ്ങനെ എന്നെ ഇറക്കിയ ഷെയർ ഓട്ടോയാണ് അതോ ആ പോകുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പാച്ചി പണ്ണേ. ഇതവിടെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇതാ വന്നൊരു കേരള രജിസ്ട്രേഷൻ ട്രാവലർ. ഈ സൈഡിലായിട്ടുള്ളത് MSR മുന്തിരിത്തോട്ടമാണ്, ആ സൈഡിലായിട്ടുള്ളത് ജെനീസ് എന്ന് പറഞ്ഞ മുന്തിരിത്തോട്ടമാണ്. MSR. എന്തായാലും മുന്തിരിത്തോട്ടത്തിനകത്തോട്ട് കയറിയിട്ട് വരാം. ഇവിടെ മുന്തിരിപ്പാടത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ബോർഡൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്, മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ്. മുന്തിരി വിലയും എഴുതിയിട്ടുണ്ട്. 3 കിലോ 180 രൂപ, 5 കിലോ 300 രൂപ. നമ്മൾ ആ വഴി കൂടെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടം പോലെ മുന്തിരി തൂങ്ങി നിൽപ്പുണ്ട്.
ഇതിപ്പം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ഈ റോഡ് സൈഡിൽ മുന്തിരി കച്ചവടം ചെയ്യുന്നവരുടെയിലും പിന്നെ ഫ്രൂട്ട്സ് കടയിലൊക്കെ അല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ചെടിയിൽ, മുന്തിരിയുടെ ചെടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണണമെങ്കിൽ ഇവിടെ വരണം. ഒരുപാട് ദൂരത്തായിട്ടുണ്ട്. അങ്ങനെ ഈ മുന്തിരിപ്പാടത്തിലോട്ട് കയറുന്ന വഴിക്ക് ഗെയിം സോണൊക്കെ ഉണ്ട്. ഇതിനകത്ത് 105 സെക്കൻഡ് നേരം ഹാങ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. പിന്നെ പാമ്പിനെയൊക്കെ കയ്യിലെടുക്കാം. പിന്നെ ഇവിടെ കിളികളെയൊക്കെ കയ്യിൽ പിടിക്കാം. ഇതാ കണ്ടില്ലേ, തോളത്തൂടെ പാമ്പിനെയൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. അകത്തോട്ട് കയറുന്നതിന് 50 രൂപ. പിന്നെ ഈ പാമ്പിനെ എടുക്കുന്നതിന് 20 രൂപ അധികം കൊടുക്കണം. ഈ പാമ്പിനെ എടുക്കുന്നതിന് 30 രൂപ അധികം കൊടുക്കണം. വെള്ള പാമ്പിനെ കാട്ടി ഈ ഡിസൈനുള്ള പാമ്പിനെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാമ്പിനെ കയ്യിലെടുക്കാൻ പോകുന്നത്. മോള് കാണിച്ചാൽ മതിയോ? അങ്ങനെ എൻട്രൻസ് ഫീസ് 50 രൂപയും പാമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള 30 രൂപയും കൂടെ മേടിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇത് കിളികൾക്ക് കൊടുക്കാനുള്ള തീറ്റയല്ലേ. പക്ഷികളിൽ നിന്ന് നിങ്ങളുടെ ആഭരണങ്ങൾ പരിപാലിക്കുക. മാലയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കടിച്ച് പൊട്ടിക്കും. അതുകൊണ്ടാണ്. ഏതാ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നതൊക്കെ? കൈ വെച്ചാൽ കയ്യിലോട്ട് വരുമെന്നാണ് പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ്. വാ, ഹെവി സാധനം. കണ്ണിലൊന്നും കൊത്തത്തില്ലല്ലോ. എന്തൊക്കെയാ പറയുന്നു? ചെവിയിലൊക്കെ വന്നിരുന്ന് കൂവുന്നു. ചിക്കൂന്ന് വിളിക്കുന്നല്ലോ. ചിക്കൂന്നാണോ പേര്? ചിക്കൂന്നാണോ പേര്? ചിക്കു 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 ആ ചിക്കൂന്ന് വിളിക്കുന്നു. പോടാന്നും പറയുന്നു. ചിക്കു ഇത് സൈലന്റ് ആയിട്ടിരുന്ന് കഴിക്കുവാണല്ലോ. ഇക്കളാവുന്നു. റിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാലില്. മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാ റിങ് ഇട്ടിരിക്കുന്നത് കാലില്. വീഴും 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 വീഴും. അടുത്ത ഓന്തിന. ഓന്ത് ഇതെന്താ? ഇഗ്വാന അല്ലേ ഇതിന്റെ പേര്? അത് കൊള്ളാം. കാണുമ്പോൾ ഡൈനോസറിനെ കണക്ക് ഇരിക്കുമെങ്കിലേ പാവാ, ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്ത പാമ്പിനെ എടുക്കാൻ പോവുക. ദൈവമേ, ജീവിതത്തിൽ ആദ്യമായിട്ടാ പാമ്പിനെ കയ്യിലോട്ട് എടുക്കാൻ പോകുന്ന. പാമ്പിനെ ആദ്യമായിട്ട് എടുത്തപ്പോഴത്തേക്കും വലിയ വിഷയമില്ല. കയ്യിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കയ്യിലോട്ട് വന്നതിന് ശേഷം ആ പേടി അങ്ങ് പോയി. ചുറ്റി പിടിക്കോ കയ്യില്? അല്ല, കയ്യിലോട്ട് വരുന്നതിന് മുമ്പ് വരെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കയ്യിലോട്ട് വന്നപ്പോഴത്തേക്ക് ആ പേടി അങ്ങ് പോയി. തോളി വന്നിരുന്നിടത്ത് ചെവി അടിക്കുന്നു. ആ കയ്യിലിരുന്ന് എഴയുമ്പോഴത്തേക്കും ചെറിയൊരു ഫീല് വരുന്നുണ്ട്. പക്ഷെ എന്നാലും വിഷമൊന്നും ഇല്ലെന്ന് ഓർക്കുമ്പോഴത്തേക്കും പേടിയുമില്ല. ആ ഇതിൻ്റെ ആ ഓക്കെ. ആ നല്ല നീളമുള്ളത്. ഇട്ടോ 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 ഇട്ടോ. വെട്ടം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ.
ഇത് കറങ്ങി വരുന്നു. ഇത് കുറച്ച് ആക്റ്റീവായി പാമ്പ്. മറ്റേത് കുറച്ച് സൈലൻ്റ് ആയിരുന്നു, പക്ഷേ ഇത് കറങ്ങിയും തിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലേ കൈ കൊടുത്താൽ അതാ കയ്യിലോട്ട് വരും. കണ്ട കൈ കൊടുക്കുമ്പോഴത്തേക്കും കയ്യിലോട്ടൊക്കെ ഇഴഞ്ഞു വന്നോളും. എന്നാ എടുത്തോ. ഓക്കെ 4.5 ഫീറ്റ് ഉണ്ട് ഇപ്പം ഈ അടുത്തതിൻ്റെ നീളം. അങ്ങനെ മുന്തിരിപ്പാടത്തെല്ലാം കയറി കറങ്ങി തിരിഞ്ഞ് പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു യാത്രയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കമ്പത്തോ കുമളിയിലോ ഒക്കെ പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇത്ര നല്ലപോലെ നല്ല നല്ല സ്ഥലങ്ങളും ഇത്ര നല്ല എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഈ പാമ്പിനെ കയ്യിലെടുക്കുന്നത്. വിഷം കളഞ്ഞ പാമ്പാ, അതിൽ വിഷമൊന്നുമില്ല, അതിനെ കയ്യിലെടുക്കുന്ന അത്ര വലിയ കാര്യവുമല്ല. പക്ഷേ എന്നാലും ഒരു ഇഴജന്തുവിനെ കയ്യിലെടുക്കുന്നത് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ വീഡിയോയുടെ ആദ്യം മുതലേ പറഞ്ഞു വരിക, അപ്പോഴതിനി ഒന്നും കൂടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്നാലും വെറുതെ ഒന്ന് പറയാം. കൊല്ലത്തുനിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്തനംതിട്ട വന്ന് പത്തനംതിട്ടയിൽ നിന്ന് മുണ്ടക്കയം ബസ്സിൽ കയറിയിട്ട് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. എരുമേലിയിൽ ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഈ മണ്ഡലകാല സീസണൊക്കെ ആയതുകൊണ്ട് അവിടെ ഈ എരുമേലി പേട്ടതുള്ളലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് എരുമേലി ഇറങ്ങിയത്. അങ്ങനെ എരുമേലിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുണ്ടക്കയം വന്ന് മുണ്ടക്കയത്തിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് മുണ്ടക്കയത്തെ റൂമിന് ചാർജ് സിംഗിൾ റൂമിന് 400 രൂപയായിരുന്നു. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമായിരുന്നു മുണ്ടക്കയത്ത് ഉള്ളത്. അങ്ങനെ മുണ്ടക്കയത്ത് രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ മുണ്ടക്കയത്തുനിന്ന് കുമളിയിലോട്ട് വന്ന് കുമളിയിലോട്ട് വരുന്ന വഴിക്ക് വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് എല്ലാം കണ്ടിട്ടാണ് വന്നത്. അതുവഴി കുമളിയിൽ വന്ന് കുമളിയിൽ നിന്ന് കമ്പത്തോട്ട് വന്ന് ഈ കുമളിയിൽ നിന്ന് കമ്പത്തോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് ഈ മുന്തിരിപ്പാടമൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ആ മുന്തിരിപ്പാടത്ത് ഇറങ്ങിയില്ല. കാര്യം കമ്പം വരെ പോയിട്ട് കമ്പം ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കണ്ടിട്ട് തമിഴ്നാടിൻ്റേതായൊരു വൈബൊക്കെ ആസ്വദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കമ്പം ബസ് സ്റ്റാൻഡ് വരെ വന്ന് എന്നിട്ട് തിരിച്ച് ഈ കമ്പം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഫുഡും കഴിച്ചിട്ട് ഷെയർ ഓട്ടോയിൽ കയറിയിട്ട് അപ്പാച്ചി പണ്ണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴാ അപ്പാച്ചി പണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുന്തിരിപ്പാടം ഉള്ളത്. അല്ലാതെ വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് അപ്പാച്ചി പണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുന്തിരിത്തോപ്പുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ മുന്തിരിത്തോപ്പിൽ വന്നിട്ട് മുന്തിരിപ്പാടം എല്ലാം കണ്ട് മുന്തിരിപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ എനിക്ക് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കിളികളെയൊക്കെ കയ്യിലെടുത്തതും ആ പാമ്പിനെയൊക്കെ കയ്യിലെടുത്തതുമാണ്. അപ്പോഴത് എന്തായാലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ കുമളി, വാഗമൺ, കുട്ടിക്കാനം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടുതലായിട്ട് മലയാളികൾ പോകുന്ന സ്ഥലമാണ് ഈ വാഗമണ്ണൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളു ഈ കുമളി എന്ന് പറഞ്ഞ സ്ഥലവും കമ്പം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ വാഗമണിലോ കുമളിയിലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ മുന്തിരിപ്പാടമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കയറിയ മുന്തിരിപ്പാടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വീഡിയോക്കകത്ത് കാണിച്ചെന്നാണ് തോന്നുന്നത്. പേരൊന്നും നോക്കേണ്ട കാര്യമില്ല, വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ മുന്തിരിപ്പാടമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും മുന്തിരിപ്പാടത്തൊക്കെ ഒന്ന് പോയി മുന്തിരിയൊക്കെ ഒന്ന് കൊലച്ച് നിൽക്കുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോഴിനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. വൈകുന്നേരം 4 മണിയായി. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇവിടെ നിന്ന് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഷെയർ ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ നിന്ന് മുന്തിരിത്തോപ്പിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പല്ല. അപ്പോഴേ ഇവിടെ നിന്ന് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഷെയർ ഓട്ടോ കിട്ടും. അവിടെ ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോഴാ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കുമളിക്ക് ബസ് കയറുക. കുമളി ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ് അവിടെ നിന്ന് കിട്ടും. തിരുവനന്തപുരത്തോട്ടുള്ളത് കിട്ടും, ചങ്ങനാശ്ശേരി കിട്ടും, കോട്ടയം കിട്ടും, അങ്ങനെ പല സ്ഥലത്തോട്ടുള്ള ബസ്സും കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോട്ടയം ആ ഭാഗത്തോട്ടുള്ള ബസ്സുകളായിരിക്കും. അത് മതി. കാര്യം കോട്ടയത്തോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സും ട്രെയിനും എല്ലാം കോട്ടയത്ത് നിന്ന് കിട്ടും. വീഡിയോയിൽ ഇങ്ങോട്ട് വന്ന ബസ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പറഞ്ഞു വന്നേ അവിടെ നിന്ന് നടന്നു വന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കാര്യം പറഞ്ഞ് നടന്നിങ്ങ് വന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി നടന്ന് നിൽക്കണം ഷെയർ ഓട്ടോ കിട്ടണമെങ്കിൽ. അപ്പോഴെന്തായാലും നമുക്ക് കുമളിയിലോട്ട് പോകാം. കുമളിയിൽ നിന്ന് കോട്ടയത്തോട്ട് പോകാം, കോട്ടയത്ത് നിന്ന് വീട്ടിലോട്ട് പോകാം.